ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി സുൽത്താൻ അക്ബർ അലി സ്വർണ്ണക്കടത്ത് നടത്തിയിരുന്നുവെന്ന് എക്സൈസ് സാധാരണക്കാരെ കാരിയർമാരാക്കി സ്വർണം കടത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇവർ പിടിക്കപ്പെട്ടാൽ നികുതി അടച്ച് നിയമ നടപടി ഒഴിവാക്കുന്നതായിരുന്നു സുൽത്താന്റെ രീതി. നിഷ ദിലീപ് ചേരുന്നു വിവരങ്ങളുമായി. നിഷ, സുൽത്താനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എക്സൈസിന് ലഭിച്ചു വരികയാണ്. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്? ദേവിക, സുൽത്താൻ അക്ബർ അലിക്ക്, അതായത് ആദ്യം ഈ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആദ്യം പിടിയിലായ തസ്ലിമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലിക്ക് സ്വർണ്ണക്കടത്ത് ഉണ്ടായിരുന്നുവെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. ഇത് കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസിന് സൂചനകൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്ക് സ്വർണ്ണക്കടത്തുണ്ടായിരുന്നു. ഇയാൾക്ക് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണിൻ്റെ ഒരു കടയും ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന കടയുമുണ്ട്. ഇതൊക്കെ വാങ്ങാനായി ഇയാൾ വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം പോയിരുന്നു. അവിടെ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞും അവിടെ നിന്ന് നാട്ടിലെത്തുന്ന സാധാരണക്കാരായ ആളുകളെ കാരിയർമാർ ആക്കിക്കൊണ്ടായിരുന്നു ഇയാൾ സ്വർണം കടത്തിയിരുന്നതെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ എക്സൈസിന് സുൽത്താൻ അക്ബർ അലിയുടെ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരു കാരിയർ മുഖേന 10 മുതൽ 25 പവൻ വരെ സ്വർണ്ണമാണ് ഇയാൾ കടത്തിയിരുന്നത്. ഇവർ ശരീരത്തിൽ ധരിച്ചും അല്ലാതെ ബാഗിലും വസ്ത്രത്തിലുമൊക്കെ ഒളിപ്പിച്ചും സ്വർണം കടത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ വിമാനത്താവളത്തിലെത്തിയാൽ ഈ കാരിയർമാർ പിടിക്കപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ നികുതി അടച്ച് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ കരിയർമാർ പിടിക്കപ്പെടാതെയും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. അത്രത്തോളം ശ്രദ്ധിച്ചു തന്നെയായിരുന്നു ഇയാൾ ഈ സ്വർണ്ണ കടത്ത് നടത്തിയിരുന്നത്. സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇയാളുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇയാളുടെ ഫോണിൽ നിന്ന് ലഭിക്കുമെന്നാണ് എക്സൈസ് സംഘം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇയാൾ നടത്തിയ കൂടുതൽ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ കൂടി ഇക്കാര്യങ്ങൾ അറിയിക്കും എന്നാണ് എക്സൈസ് സംഘം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, അടുത്ത ആഴ്ച തന്നെ ഈ 3 പ്രതികളെയും, ആദ്യം അറസ്റ്റിലായ തസ്ലിമ സുൽത്താനെയും കൂട്ടുപ്രതിയായ ഫിറോസിനെയും സുൽത്താൻ അക്ബർ അലിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എക്സൈസ് സംഘമുള്ളത്. അതിനായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും. തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത അവധികളൊക്കെ ഉണ്ട്. അതിനുശേഷം വരുന്ന അവധി കഴിഞ്ഞിട്ടുള്ള ദിവസം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനായി അപേക്ഷ നൽകുമെന്നാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത്. ഇവരിൽ നിന്നും കൂടുതൽ അതിനുള്ളിൽ തന്നെ ഇവരുടെ ആദ്യം പിടിയിലായ 2 പേരുടെയും, തസ്ലീമയുടെയും ഒപ്പം തന്നെ ഫിറോസിൻ്റെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലം തൊട്ടടുത്ത ദിവസങ്ങളിൽ വരും. ഇതിൽ നിന്നും ഇവർ ആരിലേക്കൊക്കെ ഇത്തരത്തിൽ ലഹരിക്കടത്ത് ആരുമായി കൂട്ടുചേർന്ന് നടത്തിയിട്ടുണ്ട്, ആർക്കൊക്കെയാണ് ഇവർ ഈ ലഹരി നൽകിയിരുന്നതോ, ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഫോണിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധന ഫലം വന്നു കഴിഞ്ഞാൽ വ്യക്തമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എക്സൈസ് സംഘമുള്ളത്. എന്തായാലും ആദ്യം ഈ തസ്ലീമ വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ തസ്ലീമയുടെ ഫോണിൽ ഉണ്ടായിരുന്ന കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സിനിമാ താരങ്ങളുടെ പേരുകളിൽ ആദ്യം ഉണ്ടായിരുന്ന 2 പേരുടെ പേരുകളുണ്ട്. അവരിൽ ശ്രീനാഥ് ഭാസിയെ ആദ്യം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് എക്സൈസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാനായി അടുത്ത ആഴ്ചത്തേക്ക് നോട്ടീസ് നൽകുമെന്നാണ് സൂചന. ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുന്നതിന് മുൻപായി തന്നെ ഇപ്പോൾ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന 3 പ്രതികളുടെയും, തസ്ലിമ സുൽത്താനയുടെയും സുൽത്താൻ അക്ബർ അലിയെയും ഒപ്പം തന്നെ ഫിറോസിനെയും ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എക്സൈസ് സംഘമുള്ളത്. ദേവിക. ശരി നിഷ.